കൈയടി കൊടുക്കാം. നമ്മുടെ ഒഫീഷ്യൽ കോറിയോഗ്രാഫർ പ്രതില ടീച്ചർ, ഞങ്ങളുടെ സ്വന്തം പ്രതില ടീച്ചറാണ് ഇതും കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ചെറിയൊരു വേദന വന്നാൽ പോലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു തലമുറ ഒന്നിനും പറ്റാതെ മാറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ബാക്കി എല്ലാം മറന്ന് നമുക്ക് വേണ്ടി ഈ ഒരു വേദിയിലെത്തിയ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതിന് അമ്മമാർക്കൊരു വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത അവാർഡ് സെറമണിയിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. അടുത്തതായിട്ട് അവാർഡ് നൽകാൻ എത്തുന്നത് മറ്റാരുമല്ല, തൃശ്ശൂരിനൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ലാത്ത, എന്നോട് ചേച്ചി എന്ന് വിളിക്കുന്നത് നമ്മുടെ രവിയേട്ട പറഞ്ഞിട്ടുണ്ട്, എന്നാലും ബഹുമാനപൂർവ്വം അരങ്ങിൻ്റെ ഒരു വലിയൊരു കരുത്ത്, അഭ്രപാളികളിൽ വലിയ കരുത്താക്കി മാറ്റിയ ഒരു എന്താ പറയുക, ഒരു മികച്ച അഭിനേത്രിയാണ്. ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ, ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ സിൽവർ സ്ക്രീനിലൂടെ ഇന്നും നമുക്ക് മുന്നിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന തൃശ്ശൂരിനേറെ പ്രിയപ്പെട്ട തൃശ്ശൂർ എൽസി ചേച്ചി വരുന്നതിന് മുമ്പ് ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ, കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ, എന്താണിത്? ഇവിടെ ആർക്കും ഓർമ്മണ്ടേ? എന്തായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ മാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങളും പോയോ? എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? അങ്ങനെ ഞങ്ങളുടെ തൃശ്ശൂരിനേറെ പ്രിയപ്പെട്ട തൃശ്ശൂർ എൽസി ചേച്ചി ഇവിടെ ഇതാ വേദിയിലേക്ക് എത്തുകയാണ്. എൽസി ചേച്ചിയെ നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അരങ്ങിലും സിനിമയിലും ഒക്കെ ആയിട്ട് ഒട്ടനവധി കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ അവിശ്വസനീയമായ രീതിയിൽ തന്നെ അവിസ്മരണീയമാക്കിയ ആ ഒരു വലിയ കലാകാരിനെയാണ് വേദിയിലേക്ക് ഞങ്ങൾ ഇവിടെ ക്ഷണിക്കുന്നത്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള വിഷൻ കുടുംബശ്രീ അവാർഡ്സിന്റെ ഈ ഒരു വേദിയിലേക്ക് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട, തൃശ്ശൂരിനേറെ പ്രിയപ്പെട്ട എൽസി ചേച്ചി ഇവിടെ ഇതാ എത്തുകയാണ്. എൽസി ചേച്ചി അങ്ങനെ കുടുംബശ്രീയുടെ വേദിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ സീൻ മതി അല്ലേ, ഇൻ ഹരിഹർ നഗറിൽ എന്ന ഈ ഒരു ഒറ്റ സീൻ മതി. ഇന്നും വളരെ എന്താ പറയാ, ഫ്രഷ് ആയിട്ട് ഇങ്ങനെ എൽസി ചേച്ചി നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. കുടുംബശ്രീയുടെ ഈ ഒരു വലിയ സംഗമത്തിൽ എത്തിയപ്പോൾ എന്ത് തോന്നുന്നു ചേച്ചി? കുടുംബശ്രീ സഹോദരിമാർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പിന്നെ പറയുകയാണെങ്കിൽ TG രവി അദ്ദേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് നാടകങ്ങൾ വർഷങ്ങളായി, ഒരു 10-60 വർഷത്തിനൊക്കെ മുമ്പേ തുടങ്ങി ഞങ്ങൾ നാടകം. ഒരുപാട് വർഷങ്ങളായി നാടകം അഭിനയിച്ചു. പിന്നെ പടത്തിലും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. ഉണ്ട്. IV ശശിയുടെ ഒരു പടം ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ. ശരിക്കും പാവമാണോ രവിയേട്ടൻ? അയ്യോ, വളരെ 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 പാവം. ഈ സ്റ്റേജിൽ കാണിക്കുന്ന യാതൊരു വില്ലത്തരം അദ്ദേഹത്തിനില്ല. വളരെ നല്ലൊരു മനുഷ്യൻ. അപ്പൊ ഇത്രയും നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരാള് സ്ക്രീനിലെത്തി ഇത്രയും പേരെ ഇങ്ങനെ ബലാത്സംഗം ചെയ്യുന്ന സീനൊക്കെ എന്ത് ചെയ്യും? അന്ന് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അതാണ്. ഒരു പടം നന്നായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പടത്തിലും അത് തന്നെ ആയിരിക്കും. ഇത് തന്നെയാണ്. അയ്യോ പാവം, വളരെ നല്ലൊരു മനുഷ്യൻ, പാവപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഒരാളാണ്. പിന്നെ ചേച്ചി, കുടുംബശ്രീ എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു കാര്യം എന്താണ്? കുടുംബശ്രീ എന്ന് പറയുമ്പോ കേൾക്കുമ്പോ കുടുംബശ്രീ അത് കേൾക്കുമ്പോ വളരെ നല്ല, നമ്മുടെ നാടിന്റെ വളരെ നല്ലൊരു കാര്യങ്ങളല്ലേ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ആ സഹോദരിമാർക്ക് എൻ്റെ ഒരുപാട് നമസ്കാരം.
തീർച്ചയായിട്ടും ചേച്ചിയാണ് നമ്മുടെ അടുത്ത അവാർഡ് നൽകാൻ പോകുന്നത്. യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് ആണ് ചേച്ചി നൽകുന്നത്. പ്രശംസാപത്രം സമ്മാനിക്കുന്നതിന് എത്തുന്നത് ഞങ്ങളുടെ ഇന്നത്തെ സ്പോൺസേഴ്സിൽ ഒരാളായ അക്വില ഫിനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജയകുമാർ കുതിരത്താണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് ഞങ്ങളുടെ TP സുഭാഷ് COA ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാണ്. TD സുഭാഷ് സാറാണ് വേദിയിലേക്ക് എത്തുന്നത്. COA ഡിസ്ട്രിക്ട് പ്രസിഡന്റ് കൂടിയാണ് സുഭാഷ് സാറ്. അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ നൽകുന്ന അവാർഡ് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിൽ ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം നേടുന്നു ലിജു സ്നാക്സ് ഗുരുവായൂർ. നമുക്ക് അവരുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. അടുക്കളയുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് സ്നാക്സുകൾ ഉണ്ടാക്കി ചെറിയ രീതിയിൽ വിൽപ്പന നടത്തിക്കൊണ്ടാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാചകകലയെ ഒരു സംരംഭമാക്കി മാറ്റാൻ ലിജിന തീരുമാനിക്കുന്നത്. ക്രമേണ മലബാർ വിഭവങ്ങളിലേക്ക് കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ രുചി വൈവിധ്യങ്ങളുടെ ആരാധകർ പതിയെ ലിജിനയുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. അതുവരെ കുടുംബശ്രീയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതിരുന്ന അവർ കുടുംബശ്രീയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ഏതാനും വനിതകളെ ഒപ്പം ചേർത്ത് ഒരു യൂണിറ്റ് ആരംഭിക്കുകയും തുടർന്ന് കുടുംബശ്രീയുടെ എല്ലാവിധ പിന്തുണയോടും കൂടി അടുക്കളയിലെ അസൗകര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കുകയും ചെയ്തു. വിവിധതരം സ്നാക്സുകൾ, ചിക്കൻ കട്ട്ലറ്റ്, സ്പെഷ്യൽ പുഡിംഗ്, ചട്ടിപ്പത്തിരി, ഉന്നക്കായ, മുട്ടമാല തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ലിജൂസിന്റെ സംരംഭക യാത്രയിൽ വഴിത്തിരിവായത് കോഴിയട എന്ന ആ ഒരൊറ്റ വിഭവമാണ്. ഏതാനും കടകളിൽ മാത്രം വിൽപ്പന നടത്തിക്കൊണ്ട് ആരംഭിച്ച ഈ വിഭവത്തിന് നല്ല അഭിപ്രായങ്ങൾ വന്നതോടെ നിലവിലെ ഉൽപാദനം മതിയാവാതെ വരികയും തുടർന്ന് 3.25 ലക്ഷം രൂപ സബ്സിഡിയിൽ 5 ലക്ഷം ലോൺ നേടിക്കൊണ്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ വാങ്ങുകയും ചെയ്തു. ലിജിനയുടെ തലവര മാറ്റിയ ആ ഉൽപ്പന്നം ഇന്ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലേക്കും അവിടെ നിന്ന് ഗൾഫ് നാടുകളിലേക്കുമടക്കം എത്തുകയും ചെയ്യുന്നുണ്ട്. തന്റെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിനന്ദന വാക്കുകളും അതിൽ നിന്നുള്ള സന്തോഷവും നിലനിർത്താൻ ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവരുത് എന്ന ഉറച്ച ബോധം ലിജിനയ്ക്കുണ്ട്. ചെറിയ തുടക്കത്തിൽ നിന്നും വലിയ നേട്ടത്തിലേക്ക് കുതിക്കുന്ന ലിജിനയ്ക്കും സംഘത്തിനും അഭിനന്ദനങ്ങൾ. ലിജു സ്നാക്സിനെയാണ് ഞങ്ങൾ ഇവിടെ ഇത് അവാർഡ് നൽകാനായിട്ട് ഒരുങ്ങുന്നത്. മെഡൽ നൽകുന്നത് LC ചേച്ചിയാണ്. സോ അവരെല്ലാവരെയും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ 5ാമത്തെ അവാർഡ് ജേതാക്കൾ സാറും നമുക്ക് സെന്ററിലോട്ട് നിൽക്കാം. പ്ലീസ് പ്ലീസ്. യെസ്, വലിയൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ലിജു സ്നാക്സ് ഗുരുവായൂർ അവർക്ക് വേണ്ടിയുള്ള മെഡൽസ് നൽകുകയാണ്. മെഡൽ ചേച്ചിയാണ്, LC ചേച്ചിയാണ് ഇട്ട് നൽകുന്നത്. ഓരോരുത്തർക്കായിട്ടും ഇട്ട് നൽകാം. ഇനി അടുത്തതായി പ്രശംസാപത്രം സമ്മാനിക്കാനായിട്ട് ഒരുങ്ങുന്നത് ഞങ്ങളുടെ അക്യൂല ഫിനാൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ജയകുമാർ കുതിരത്താണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഒരുമിച്ച് നമുക്കിത് നൽകാം. ഒരുമിച്ച് 4 പേർക്കും വേണ്ടിയുള്ളത് ഞങ്ങളിവിടെ ഇതാ നൽകുകയാണ്. സോ LC ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ പ്രശംസാപത്രം നൽകിയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് സുഭാഷ് സാറാണ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് അവാർഡ് ഇവിടെ നൽകുന്നത്. TD സുഭാഷ് സാറാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ ക്യാഷ് അവാർഡ് നൽകുന്നത്. കേരള വിഷന്റെ ഭാഗത്തു നിന്നുള്ള ക്യാഷ് അവാർഡ് നൽകിയിരിക്കുന്നത്. വലിയൊരു കൈയടി നൽകിക്കൊണ്ട് ഇന്ന് സ്നാക്സ് നിർമ്മാണ രംഗത്ത്, ഭക്ഷ്യോൽപ്പന്ന രംഗത്തെ മികവിനുള്ള അംഗീകാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു ലിജു സ്നാക്സ് ഗുരുവായൂർ. താങ്ക് യു സോ മച്ച്. LC ചേച്ചിക്കും ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ്. LC ചേച്ചി എത്തിയതിലുള്ള സ്നേഹം ഒരുപാടായിട്ട് അറിയിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രോഗ്രാംസ് ഒക്കെ ഇനിയും എൻജോയ് ചെയ്യണം. രവിയേട്ടനൊപ്പം തന്നെ ഉണ്ട്. സോ ചേച്ചി ഇനിയും പ്രോഗ്രാംസ് കാണണം എന്ന് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. ഇനി ഇവിടെ ഇതാ ഞങ്ങളുടെ അടുത്ത അവാർഡിലേക്ക് ഞങ്ങൾ
കടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ നെക്സ്റ്റ് അവാർഡ് നൽകുന്നതിന് വേണ്ടി എത്താൻ പോകുന്നത് ഇന്ന് മിനി സ്ക്രീനിലൂടെ നായികാ പ്രാധാന്യമുള്ള വേഷങ്ങൾ നമുക്ക് മുന്നിൽ അവിസ്മരണീയമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യ മണിലാലിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ദിവ്യനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. ദിവ്യ ഇന്ന് മിനി സ്ക്രീനിലൂടെ തിളങ്ങുന്ന താര സാന്നിധ്യമായി മാറിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. നായികാ പ്രാധാന്യമുള്ള വേഷങ്ങൾ നമുക്ക് മുന്നിൽ അവിശ്വസനീയമായ രീതിയിൽ ഇവിടെ ഇതാ അഭിനയിച്ച് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ദിവ്യയാണ് വേദിയിലേക്ക് എത്തുന്നത്. ദിവ്യ മണിലാലാണ്. യെസ്, ഇന്നത്തെ സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിൽ ഇവിടെ ഇതാ ദിവ്യ എത്തുന്നു. ദിവ്യ, എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ആസ് എ വിമൺ